ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ സ്റ്റോറിയിലേക്ക് സ്വാഗതം. അങ്ങനെ ഹരി വന്നിട്ട് താഴെ ആരും ഉറങ്ങിയിട്ടില്ല, ഇതെന്താ ആരും ഉറങ്ങാത്ത എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എത്ര നേരം ഉറക്കമൊഴിച്ചിരിക്കും എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഏതായാലും ഇന്ന് ഉറങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്, നീ പോയി കിടന്നോ എന്ന് പറയാണ് ഹരി രോഹിത്തിനോട്. എടാ നീ അലീനയെ കണ്ടോ എന്ന് ചോദിക്കാട്ടോ രോഹിത്. ആ കണ്ടു. അവൾ എന്ത് പറഞ്ഞു? അവൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു, മുത്തശ്ശി ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു, അവൾ മിസ് കോൾ അടിക്കാമെന്ന് പറഞ്ഞു എന്ന് പറയാട്ടോ ഹരി. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, എടാ ഞാനും കൂടി ഇരിക്കണോ നിനക്ക് കാവലായിട്ട്? ഏയ് വേണ്ട വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, നീ പോയി കിടന്നോ എന്ന് പറയാട്ടോ. അപ്പോൾ രോഹിത് ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ പോയി റൂമിൽ കിടക്കുമ്പോൾ പിന്നെ ഹരി അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കണ്ടേ, എടാ നിൻ്റെ കയ്യിൽ വല്ല പെൻഡ്രൈവ് വല്ലതും ഉണ്ടോ? ഇല്ല എന്ന് പറയാട്ടോ. എടാ നിൻ്റെ മെമ്മറി കാർഡിൽ കാണും, എനിക്ക് സമയം കളയാനാണ്. എടാ ഇല്ല, ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്തു. എന്നാൽ നിൻ്റെ ലാപ്ടോപ്പെങ്കിലും തടഞ്ഞ സൈറ്റിൽ കയറി നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ രോഹിത് അത് മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോവാട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തുട്ടോ പിറ്റേ ദിവസമാണ്. രോഹിത് എഴുന്നേറ്റ് നോക്കുമ്പോൾ ബെഡിൽ ഹരിയെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ രോഹിത് ആകെ ഇങ്ങനെ പകച്ചു പോകണം. അപ്പോൾ ഫോൺ എടുത്തിട്ട് സമയം നോക്കുമ്പോൾ 7:11. പെട്ടെന്ന് രോഹിത് എഴുന്നേറ്റിട്ട് പുറത്തേക്ക് ജനൽ വഴി കർട്ടനൊക്കെ മാറ്റിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നേരം നന്നായി വെളുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവാണ്. അങ്ങനെ ആകെ സംശയിച്ചിട്ട് ഇങ്ങോട്ട് തിരിയുന്ന സമയത്ത് ഹരി 2 കപ്പ് ചായയായിട്ട് വരും കേട്ടോ. നീ എഴുന്നേറ്റോ, കറക്റ്റ് ടൈം ഇതേ ചായ കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് ഹരി ഒരു ഗ്ലാസ് ചായ അവന് കൊടുക്കുകയാണ്. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, നീ രാത്രിയിൽ എപ്പോഴാണ് വന്ന് കിടന്നത്? ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പറയാട്ടോ. അപ്പോൾ ഹരി പറയാണ്, ഞാനൊരു 4-4:30 ആയി എന്ന് പറയട്ടോ. അതുവരെ നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കണം. അപ്പോൾ ഹരി ഡോറിൻ്റെ അങ്ങോട്ട് പോയിട്ട് താഴേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുക കേട്ടോ, അലീനയുടെ അടുത്തായിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ രോഹിത് ചോദിക്കേണ്ട, അലീന വന്നോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ അവൾ വരാതെ, ഞാൻ വിളിച്ച അവൾ വരാതിരിക്കോടാ. ആ ഗോൾഡ് റിങ് കൂടി കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ കുറേ ചുമ്മാ കഥയും പാട്ടൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു എന്ന് പറയാണ് ഹരി. അലീന എന്ത് പറഞ്ഞു, അലീന വന്നോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ വീണ്ടും രോഹിത്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, അപ്പോൾ നീ ഇവിടെ വന്ന് എപ്പോഴാണ് കിടന്നേ ചോദിക്കുകയാണ് രോഹിത്. അപ്പോൾ ഞാൻ ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വന്ന് കിടന്നു, രാവിലെ ക്ലാസ് ഉള്ളതല്ലേ, അപ്പോൾ എനിക്ക് ഇച്ചിരി ഉറങ്ങണമല്ലോ. അപ്പോൾ 2 മണിക്കൂർ ഞാൻ ഉറങ്ങി. അലീന വന്ന് എന്നെ വിളിച്ചു, ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് വിളിച്ചു എന്ന് ചോദിക്കട്ടോ. ഇവിടെ വന്ന് വിളിച്ചു. അപ്പോൾ നിനക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നു എന്ന് പറയുമ്പം, രാവിലെ എന്നെ ഇങ്ങനെ തലോടിക്കൊണ്ട് എന്നെ വിളിച്ചു അവൾ. പക്ഷേ രാവിലെ ഒരു 2 കിസ്സിങ്ങിനുള്ള ചാൻസ് ആരെങ്കിലും ഒഴിവാക്കൂടാ. ഞാൻ എന്നിട്ട് അവളുടെ കൂടെ താഴേക്ക് പോയി, അവൾ എനിക്ക് 2 ബുൾസയൊക്കെ അടിച്ചെന്നു. അതോടുകൂടിയിട്ട് രാത്രിയിലെ ക്ഷീണം എവിടേക്കോ പോയി എന്ന് പറഞ്ഞ് ഹരി ഭയങ്കര റിലാക്സേഷൻ ആയ പോലെയൊക്കെ കാണിക്കാട്ടോ രോഹിത്തിൻ്റെ അടുത്ത്. രോഹിത്ത് ആകെ സംശയിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് രാത്രി നിൻ്റെ അടുത്ത് വന്നെന്നോ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അലീന വന്നു എന്നുള്ളത് എന്നൊക്കെ പറയാട്ടോ രോഹിത്. നീ വിശ്വസിക്കണ്ട എന്ന് പറയണം. നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഞാനൊരു ക്ലൂ തരാം. നീ താഴെ ചെന്നിട്ട് അലീനയുടെ മുഖത്തേക്കൊന്ന് നോക്കണം. എന്തിന് എന്ന് ചോദിക്കുകയാണ് രോഹിത്. അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കണ്ണുകളൊക്കെ ചുവന്ന് കോട്ടുവായിട്ട് മുഖമൊക്കെ ആകെ വീർത്ത് അവൾ അങ്ങനെ നിൽക്കുന്നുണ്ടാവും എന്ന് പറയട്ടോ. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ രാത്രിയിലെ ഉറക്കക്ഷീണം കാരണമാണ് അവളുടെ മുഖത്ത് അങ്ങനെയുള്ളത്. അപ്പോൾ നീ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ നിനക്കത് മനസ്സിലാവും എന്ന് പറയാണ്. ആകെ സംശയിച്ച് നിൽക്കാട്ടോ രോഹിത്. അപ്പോൾ ഹരി വന്നിട്ട് പറയുന്നുണ്ട്, എടാ എനിക്ക് പോകണം, ഞാൻ റെഡി ആവട്ടെ, എനിക്ക് ക്ലാസ് ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് റെഡി ആവാനായിട്ട് പോവാണ് ഹരി. പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടി കേട്ടോ. രേവതിക്കുട്ടി ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, വീടൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു റൂം ഇങ്ങനെ അടച്ചിട്ടത് കാണുകയാണ്. ഈ റൂം എന്താ ഇങ്ങനെ അടച്ചിട്ടേക്കണത്, ഇതൊന്നും തുറക്കാറേ ഇല്ലല്ലോ എന്ന് പറയട്ടോ. അന്ന് അവൾ സ്വയം ഇങ്ങനെ പറയാണ്. എന്നിട്ട് അവളുടെ ജോലി തുടരുന്നുണ്ട്. ഇടയ്ക്ക് ആ റൂമിലേക്ക് വീണ്ടും നോക്കും, ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ അത് ലോക്കഡാണെന്ന് മനസ്സിലാവുകയാണ്. എന്നിട്ട് വീണ്ടും തുടയ്ക്കുന്നുണ്ട്. വീണ്ടും സംശയിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ആ തുടയ്ക്കലൊക്കെ അവിടെ നിർത്തിയിട്ട് പോയി ഒരു കീ എടുത്തുകൊണ്ട് വരിക കേട്ടോ, കുറച്ച് കീകൾ എടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെ എന്നിട്ട് ആ കീകൾ ഇട്ടിട്ട് തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആദ്യമൊന്നും തുറക്കാൻ പറ്റുന്നില്ല. പിന്നീട് ഒരു കീ ഇട്ടപ്പോൾ ഡോറ് തുറക്കുക കേട്ടോ. അങ്ങനെ തുറന്ന അകത്തേക്ക് കയറുടൻ തന്നെ മൊത്തം മാറാല കേട്ടോ. അല്ലെങ്കിൽ രേവതിക്കുട്ടി ഇങ്ങനെ തുമ്മാൻ തുടങ്ങുകയാണ്. പെട്ടെന്നൊരു പല്ല് താഴേക്ക് വീഴുക കേട്ടോ ഡോറിൻ്റെ അടുത്ത്. രേവതിക്കുട്ടി പെട്ടെന്ന് പേടിച്ച് അയ്യോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കഥ കടിച്ച് കുറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് പോരുകയാണ്. പിന്നെ എപ്പോഴെങ്കിലും നോക്കാമെന്ന് പറഞ്ഞിട്ട്. ഇത് കാണിക്കുന്നത് രേവതിക്കുട്ടി ഈ തുടച്ച മോപ്പും സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ജോസൂട്ടി കുറച്ച് സാധനങ്ങൾ, ഒരു കവറിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നു. അപ്പോഴാണ് നമ്മുടെ രേവതിക്കുട്ടി വീണ്ടും അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ജോസൂട്ടി ചോദിക്കുന്നുണ്ട്, ഇന്ന് നല്ല പണിയാണോ, താഴേക്കൊന്നും കണ്ടില്ല എന്ന് ചോദിക്കട്ടെ. പണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യണോ? മുഴുവനൊന്നും ഞാൻ ചെയ്യത്തൊന്നുമില്ല, എന്നെക്കൊണ്ട് ചെയ്യിക്കത്തൊന്നുമില്ല. പക്ഷേ നമ്മുടെ വീടല്ലേ എന്നോർത്ത് ഞാൻ അങ്ങോട്ട് കണ്ടറിഞ്ഞ് ചെയ്യുന്നതാണ്. അപ്പോൾ പറയാതെ ജോലിയും ചെയ്യുമോ? എന്തിനാ പറയുന്നത്, നമ്മുടെ വീടല്ലേ, ഒരു വീട്ടിൽ എന്തൊക്കെ ജോലി ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാലോ എന്നൊക്കെ പറയാട്ടോ.
അപ്പോൾ ആൻറ്റി ആ ചേച്ചി വഴക്ക് പറയുമല്ലേ, ആ വഴക്കൊക്കെ പറയും. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു വഴക്ക് പറയുമ്പോൾ. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല, നമ്മുടെ വീടാണ്, സ്വന്തം പോലെയാണ് എന്നൊക്കെ പറയണം. മാമച്ചാൻ ഇച്ചിരി പഞ്ചാരയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇച്ചിരി അല്ല ഒത്തിരി ഉണ്ട്, മരുന്നും കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ആകെ ജോസൂട്ടി ഉദ്ദേശിച്ചത് വേറെ രീതിയിലുള്ള പഞ്ചാരയാണ്, രേവതിക്കുട്ടി ഉദ്ദേശിച്ചത് ഷുഗർ അസുഖം കേട്ടോ. അപ്പോൾ നീ ഒരു പൊട്ടി തന്നെയാന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു ഞാൻ പൊട്ടിയാണെന്ന്? ഞാൻ പൊട്ടിയൊന്നുമില്ല, എനിക്ക് നന്നായിട്ട് ചെവി കേൾക്കാം, പിന്നെ ഞാൻ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു +2 എന്ന് പറയും. എന്നിട്ടിപ്പോൾ എവിടെ എത്തി? ഇവിടെ വീട്ടുവേലക്കാരിയായി എത്തിയില്ലേ? അതിനെന്താ കുഴപ്പം? ഈ പറയുന്ന നമ്മളോ? ഞാനിവിടുത്തെ ഡ്രൈവറല്ലേ, ഡ്രൈവർ ഇപ്പോൾ വണ്ടിയൊക്കെ ഒരുപാട് വണ്ടി ഓടിക്കാമല്ലോ, വലിയ വലിയ വണ്ടിയൊക്കെ ഓടിക്കാം. എന്ന് തീവണ്ടി ഓടിക്കുമെന്ന് ചോദിക്കാട്ടോ രവതിക്കുട്ടി. അപ്പോൾ തീവണ്ടി ഓടിക്കൊന്നുമില്ല, റോഡിലെ വണ്ടിയുടെ കാര്യമാണ് പറഞ്ഞതെന്ന് പറയട്ടോ. അങ്ങനെയെന്ന് പറയണം. അങ്ങനെ ജോസൂട്ടി ചോദിക്കുന്നുണ്ട്, ജോലിയൊക്കെ ഒരുപാടുണ്ടായെന്ന് കാണുമ്പോൾ ഞാൻ സഹായിക്കണോ? അല്ല, ഡ്രൈവിംഗ് പഠിക്കാൻ ഡ്രൈവർ ആവാൻ എനിക്കും പറ്റും, ഡ്രൈവിംഗ് പഠിച്ചാൽ മതിയല്ലോ എന്ന് പറയാട്ടോ. എന്നാൽ ഞാൻ സഹായിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഇച്ചിരി പഞ്ചാര അടിച്ചുകൊണ്ട് ചെല്ലുക കേട്ടോ. അയ്യോ വേണ്ട എന്ന് പറയാണ് രവതിക്കുട്ടി. അപ്പോൾ ജോസൂട്ടി കണ്ട് പോകുമ്പോൾ ജോസൂട്ടി ചേട്ടാന്ന് വിളിക്കട്ടോ രവതിക്കുട്ടി. ഒന്നുകിൽ ജോസൂട്ടി അല്ലെങ്കിൽ ചേട്ടാ, ഏതെങ്കിലും ഒന്ന് വിളിക്കുക, രണ്ടുകൂടെ വിളിക്കല്ലേ എന്ന് പറയണം. അപ്പോഴേ ആ മുകളിലൊരു റൂം ഏത് സമയം അടഞ്ഞു കിടപ്പാണല്ലോ, അതെന്താണെന്ന് ചോദിക്കുക കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ പഴയ ഫർണിച്ചറോ മറ്റോ അങ്ങനെ കൂട്ടിയിട്ടുണ്ടാവും, ഞാൻ വന്ന സമയം മുതൽ അങ്ങനെ തന്നെയാണ് എന്ന് പറയണേ. അപ്പോൾ രവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ചേട്ടൻ വന്നിട്ട് എത്ര നാളായെന്ന് ചോദിക്കുമ്പോൾ 2 വർഷമായി എന്ന് പറയണം. എന്തിനാ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കണേ? ഒന്നുമില്ല. ഇനിയിപ്പോൾ ആ റൂമും കൂടി തുടച്ച് വൃത്തിയാക്കിയാലേ ഇയാൾക്ക് സമാധാനമാവുള്ളൂ അല്ലേ എന്ന് ചോദിക്കുകയാണ് ജോസൂട്ടി. അതെങ്ങനെ മനസ്സിലായി? അത് ഇയാളുടെ നിൽപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി എന്ന് പറഞ്ഞ് ജോസൂട്ടി അവിടെ നിന്ന് പോവാണേ. പിന്നീട് കാണിക്കുന്നത് രോഹിത്ത് ഉച്ചയ്ക്ക് ക്ലാസ് കട്ട് ചെയ്തിട്ട് വരിക കേട്ടോ. അങ്ങനെ വന്നിട്ട് ആരും കാണുന്നില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് ചുറ്റുമൊക്കെ കേട്ടോ. എന്നിട്ട് അങ്ങനെ വന്നിട്ട് കതക് തള്ളി തുറക്കാൻ നോക്കുമ്പോൾ അത് അകത്തുനിന്ന് കുറ്റിയിട്ടേക്കെന്ന് മനസ്സിലാവാണ്. അങ്ങനെ കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ അലീന വന്ന് ഡോറ് തുറക്കുക കേട്ടോ. അപ്പോൾ ഇതെന്താ ഇങ്ങോട്ട് പോകുന്നത്, ഇന്ന് ക്ലാസ് ഇല്ലെന്ന് ചോദിക്കുകയാണ്. ക്ലാസ് ഉണ്ട്, എനിക്ക് ഭയങ്കര തലവേദന, അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നു എന്ന് പറയണേ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, ബാമു വല്ലതും ഉണ്ടോ, അതോ എൻ്റെ കയ്യിലുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ തരാമെന്ന് പറയുമ്പോൾ ബാമ് എൻ്റെ റൂമിലുണ്ട് എന്ന് പറയണം. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഈ കതക് ഇങ്ങനെ എപ്പോഴും അടച്ച് കുറ്റിയിട്ടേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മിക്കപ്പോഴും കിച്ചണിലായിരിക്കില്ലേ, അപ്പോൾ വല്ല കള്ളന്മാരോ കയറുന്നത് ഞാൻ അറിയില്ല, അതുകൊണ്ടാണെന്ന് പറയണം. അങ്ങനെ രോഹിത് അകത്ത് കയറിയിട്ട് കഥ അടച്ചേക്കെന്ന് പറയണം അലീനയോട്. അലീന കഥ അടയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അത്രയും സമയം ഇങ്ങനെ രോഹിത് ഇങ്ങനെ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അലീന ഇങ്ങനെ തിരിഞ്ഞ സമയത്ത് പെട്ടെന്ന് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ആ സമയത്ത് അലീന വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഞാൻ എടുത്ത് വെക്കാം എന്ന് പറയണം. ഊണ് കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എടുത്ത് വെക്കാം എന്ന് പറയുമ്പോൾ എനിക്ക് ചോറ് വേണ്ട, എനിക്ക് ഇത്തിരി ഒരു ഗ്ലാസ് ചായ കിട്ടിയാൽ മതി എന്ന് പറയട്ടോ. അങ്ങനെ എന്നാൽ ചായ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അലീന അകത്തേക്ക് പോവുകയാണ്. പെട്ടെന്ന് അലീനയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പെട്ടെന്ന് സ്റ്റെപ്പ് ഓടി കയറുക കേട്ടോ രോഹിത് മുകളിലേക്ക്. എന്നിട്ട് മുകളിൽ നിന്നിട്ട് അലീന താഴെ എത്തിയോ എന്നുള്ളത് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അലീന കോഫിയും കൊണ്ട് ചായയും അതുപോലെ സ്നാക്സും ഒക്കെ ആയിട്ട് വരുന്നത് കാണാട്ടോ. പെട്ടെന്ന് തിരിഞ്ഞ് നിൽക്കുക കേട്ടോ. അങ്ങനെ അലീന കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ രോഹിത് മുകളിൽ നിൽക്കുന്നത് കാണാട്ടോ. അപ്പോൾ രോഹിത് എന്ന് വിളിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ ചായ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കഴിക്കണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചായ മാത്രം മതി, സ്നാക്സ് വേണ്ടാന്ന് പറയണം. അങ്ങനെ അലീന ചായ എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവാണ്. രോഹിത് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് കയറുക കേട്ടോ. അങ്ങനെ അലീന മുകളിലേക്ക് ചെല്ലുമ്പോൾ രോഹിത്തിനെ കാണുന്നില്ല കേട്ടോ. രോഹിത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ റൂമിലുണ്ട്, ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്കെന്ന് പറയുന്നു. രോഹിത് പെട്ടെന്ന് പോയിട്ട് എന്തോ ചെയ്യുന്നത് പോലെ കാണിക്കുകയാണ്. അങ്ങനെ ചായ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് തന്നേക്കെന്ന് പറയാണ്. അലീനയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ. വല്ല ഓയില് വല്ലതും വേണോ, എൻ്റെ കയ്യിലൊരു ഓയിലുണ്ട്, അത് പുരട്ടിയാൽ നന്നായി പെട്ടെന്ന് തന്നെ വേദന കുറയും എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ ഒരു ബാം ഉണ്ടെന്നല്ലേ പറഞ്ഞത്, ഒരു മെഡിസിൻ കൊണ്ട് നടക്കുകയാണോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. ഹോസ്പിറ്റലിൽ കൊണ്ടുനടക്കുകയാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, സ്നേഹനികേതനത്തിനായിരുന്നു അപ്പോൾ ഇതൊക്കെ വേണമായിരുന്നു, കാരണം അവിടെ അമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളതല്ലേ, ആർക്കെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് പനിയോ തലവേദനയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് രാത്രിയിൽ വെച്ചിട്ട് ഹോസ്പിറ്റലിലൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ സൂക്ഷിക്കാറുണ്ട് എന്ന് പറയണം. അപ്പം രോഹിത് ചോദിക്കുന്നുണ്ട്, സ്നേഹനികേതനം എന്ന് പറഞ്ഞാൽ ഓർഫനേജ്, ഞാൻ അവിടെയായിരുന്നല്ലോ താമസിച്ചിരുന്നത്, അപ്പോൾ അവിടുത്തെ കാര്യമാണ് പറഞ്ഞതെന്ന് ചോദിക്കണം. അപ്പോൾ ഇതുവരെ വേറെ എവിടെയും ജോലിക്ക് നിന്നിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എവിടെയും നിന്നിട്ടില്ല, ഞാൻ മുത്തശ്ശിയെ നോക്കാനാണ്, ഇവിടെ ജോലിക്കും അല്ല വന്നത്, മുത്തശ്ശിയെ നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഹോം നേഴ്സായിട്ട്. മാഡം പറഞ്ഞു ജോലി ചെയ്യാൻ, അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നു, എനിക്ക് വേണമെങ്കിൽ ചെയ്യാതിരിക്കാൻ ഇട്ടിട്ട് പോവാം, പക്ഷേ മുത്തശ്ശിയെ ഓർത്താണ് ഞാൻ ഇട്ടിട്ട് പോവാത്തത്. ഞാൻ ആദ്യമായിട്ട് മറ്റൊരു വീട്ടിൽ പോയത് കൊല്ലപ്പള്ളിയിലാണ്, ഞാൻ വേറെ എവിടെയും പോയിട്ടില്ല എന്ന് പറയുന്നു. മുത്തശ്ശിയെ ഓർത്തിട്ടാണ് ഞാൻ ഇട്ട് പോകുന്നത്, അത് മാത്രമല്ല പിന്നെ എന്ന് പറഞ്ഞിട്ട് നിർത്തുക കേട്ടോ. അപ്പോൾ രോഹിത് ഇങ്ങനെ സംശയത്തോട് കൂടിയിട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല, പിന്നെ ഒന്നുമില്ല, അത്രയേ ഉള്ളൂ എന്ന് പറയണം. അങ്ങനെ രോഹിത് ചായ കുടിക്കുക കേട്ടോ.
അപ്പോൾ അലീന പറയുന്നുണ്ട്, മാഡം എന്നോട് ജോലി ചെയ്യാൻ പറഞ്ഞു, മാഡത്തിന് എന്നെ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ എന്നാലും എന്നോട് ജോലി ചെയ്യാനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം. മാഡം വിചാരിച്ചേക്കുന്നത് എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നാണ്, പക്ഷേ അങ്ങനെയൊന്നുമല്ല എന്ന് പറയാണ് അലീന. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, അമ്മ അങ്ങനെയാണ്, ഞങ്ങളോടും അങ്ങനെ തന്നെയാണ്, ദേഷ്യം ഒക്കെ തന്നെയാണ് ഏത് സമയം, പക്ഷേ സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ സെർവൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിയാത്ത പെൺപിള്ളേർ വന്നാൽ കൂടിയ ഒരു മാസം, അതിനപ്പുറം അമ്മ നിർത്തത്തില്ല, പെട്ടെന്ന് തന്നെ പറഞ്ഞേക്കും എന്ന് പറയാട്ടോ. അപ്പോൾ എന്നോടും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ എന്ന് അലീന ചോദിക്കുമ്പോൾ, മുത്തശ്ശി ഉണ്ടല്ലോ സപ്പോർട്ടിന്, അപ്പം തനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമായിരിക്കും എന്നൊക്കെ പറയാണ് രോഹിത്. അങ്ങനെ ഭയങ്കര ഒരു സൗഹൃദ സംഭാഷണം കേട്ടോ ആ സമയത്തൊക്കെ റൂമിൽ നടക്കുന്നത്. പിന്നീട് അലീന അവിടെ ടേബിളിൽ കിടക്കുന്ന ബുക്സൊക്കെ ഇങ്ങനെ എടുത്തു വെക്കട്ടോ. ഈ റൂം എന്താ ഇങ്ങനെ എന്നും അലങ്കോലമായി കിടക്കും, ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ ഒക്കെ അടുക്കി പെറുക്കി ഓർഡറാക്കി വെക്കുന്നതാണ്, പിന്നെ ഇങ്ങനെ തന്നെ ആകും, ഒരു ഡിസിപ്ലിനൊക്കെ വേണ്ടേ, എഞ്ചിനീയറിങ്ങിനൊക്കെ അല്ലേ പഠിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അലീന. ഞാൻ ചെയ്തോളാം, ഞാൻ അങ്ങനെ ചെയ്തോളാം, അലീന എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാം കേട്ടോ. എന്ത് ഹെൽപ്പിനും ഞാൻ ഉണ്ടാകും എന്ന് പറയാണ് അലീന. എന്നിട്ട് ബെഡിൽ കിടക്കുന്ന ഡ്രസ്സുകളൊക്കെ എടുക്കുകയാണ്, അലക്കിയതും അലക്കാത്തതും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയണം. എന്നിട്ട് അതിൽ അലക്കിയ ഡ്രസ്സുകൾ എടുത്ത് അലമാരിയിലേക്ക് മടക്കി വെക്കാനായിട്ട് പോവാട്ടോ അലീന. എല്ലാം കുഴച്ച് മറിച്ചിട്ടേക്കുവാണല്ലോ, ഞാൻ ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ അടുക്കി വെച്ചോളാട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സുകളൊക്കെ അലമാരിയിലേക്ക് വെക്കട്ടോ. ആ സമയത്ത് രോഹിത് ആണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ദുരുദ്ദേശത്തോട് കൂടിയിട്ട് ആ ചായക്കപ്പ് അവിടെ വെച്ചിട്ട് അലീന ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ അലീന ആ അലമാരിയുടെ ഡോർ അടക്കി കേട്ടോ. അപ്പോൾ രോഹിത് ആണെങ്കിൽ പതുക്കെ അലീനയുടെ പുറകിലേക്ക് വരും കേട്ടോ. അലീന അലമാരിയുടെ ഡോർ അടയ്ക്കുമ്പോൾ കാണുന്നത് തൻ്റെ തൊട്ട് പുറകിൽ നിൽക്കുന്ന രോഹിത്തിനെ കേട്ടോ. ആ മിററിലൂടെ കാണുക കേട്ടോ. അലീന പെട്ടെന്ന് എന്താ പറയുക അമ്പരന്ന് പോവുകയാണ്. അപ്പോൾ പുറകിൽ നിന്ന് രോഹിത് പറയുന്നുണ്ട്, അലീനയെ കാണാൻ എന്ത് സുന്ദരി, അലീന എന്ത് ഭംഗിയെ കാണാൻ, ഒരു ഓർഫനേജിൽ നിന്ന് വന്നതാണെന്ന് പറയത്തേ ഇല്ല എന്ന് പറയട്ടോ. പെട്ടെന്ന് അലീന അവൻ്റെ നേരേക്ക് തിരിയാണ്. എന്നിട്ട് ആകെ അതിശയിച്ച് ഇങ്ങനെ അവൻ്റെ മുഖത്തേക്ക് നോക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നല്ല ഭംഗിയാണ് അലീനയെ കാണാൻ, അലീന വന്ന അന്ന് മുതൽ എനിക്ക് അലീനയോട് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുമ്പം അലീനയ്ക്ക് ആകെ വിഷമമാവുകയാണ്. അലീന പറയുന്നുണ്ട്, എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്, എന്നെ അങ്ങനെയൊന്നും കാണരുത്, മഹാപാപമാണത്, സ്വന്തം സഹോദരിയായിട്ട് വേണം എന്നെ കാണാൻ എന്ന് പറയട്ടോ. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, എനിക്ക് 2 സഹോദരിമാരുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ അലീന പറയണം, സ്വന്തം ചേച്ചിയായിട്ടൊന്ന് കാണണം, അല്ലാതെ എന്നെ വേറൊരു രീതിയിൽ കാണരുതെന്ന് പറഞ്ഞിട്ട് അലീന പോകാനായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് രോഹിത് വന്നിട്ട് തടയാട്ടോ, മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, കൈ മാറ്റുമെന്ന് പറയാട്ടോ അലീന രോഹിത്തിനോട്. കൈ മാറ്റില്ല, എന്നോട് മാത്രം എന്താ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്, ഞാൻ എന്താ ഒരാണല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പുറകെ നടക്കുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല എന്നൊക്കെ പറയട്ടോ രോഹിത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, രോഹിത് എന്നെ അങ്ങനെയൊന്നും കാണരുത്, അതൊക്കെ തെറ്റാണ്, ആ രീതിയിൽ ചിന്തിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്താ ആണല്ലേ, എനിക്കറിയാം നീ ആരാണെന്ന്, നീ എന്താണെന്നൊക്കെ എനിക്കറിയാം, പിന്നെ എന്നോട് മാത്രം എന്താ നിനക്ക് ഇങ്ങനെ. അപ്പോൾ രോഹിത് ഉദ്ദേശിക്കുന്നത് ഹരിയോട് ഭയങ്കര സ്നേഹമാണ്, ഹരിയോട് ഭയങ്കര കൂട്ടാണ് എന്നൊക്കെയാണല്ലോ. പക്ഷെ അലീന അത് സമയത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് കൈ മാറ്റിയെന്ന് പറയാട്ടോ. അപ്പോഴും രോഹിത് ഇല്ലെങ്കിൽ എന്ന് ചോദിക്കുകയാണ്. അലീന ഒരു ദീർഘനിശ്വാസം എടുത്തിട്ട് അവൻ്റെ കൈ മാറ്റിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നിട്ട് അവനെ തള്ളി മാറ്റിക്കൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടോട്ട് അലീന റൂമിൽ നിന്ന് ഇറങ്ങുന്നത്, കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. രോഹിത് ആണെങ്കിൽ ആകെ പെട്ടുപോയല്ലോ, അബദ്ധം പറ്റി അങ്ങനെയുള്ളൊരു ഇതിലാണ്. കാരണം അവൾ തനിക്ക് വഴങ്ങിയില്ലല്ലോ എന്നുള്ള ആ ഒരു രീതിയിൽ രോഹിത് ഇങ്ങനെ നിൽക്കുകയാണ്. അലീനയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് അലീന സ്റ്റെപ്പിലൊന്ന് നിന്നിട്ട് രോഹിത്തിൻ്റെ റൂമിൻ്റെ നേരേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അവിടെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് അലീന പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ നിന്ന് മാറിപ്പോവാണ്. എന്നിട്ട് അപ്പുറത്ത് പോയി നിന്നിട്ട് കരയാട്ടോ. ഭയങ്കര സങ്കടമായിട്ടുണ്ട് അലീനയ്ക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിൽ. എന്നിട്ട് അവിടെ നിന്നിട്ട് കൈ കൂപ്പിക്കൊണ്ട് ദൈവമേ പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാണ് അലീന. ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി ഞാൻ ഉടനെ തന്നെ പറഞ്ഞിടുന്നതായിരിക്കും. രോഹിത്തിന് അലീനയോടുള്ള പിന്നീടുള്ള പെരുമാറ്റവും രോഹിത്തിനെ അലീന മാറ്റിയെടുക്കുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. എന്താണെങ്കിലും ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് വരാട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.